ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, മാനവരാശിയുടെ ചരിത്രത്തിൽ ഏറ്റവും സന്തോഷകരമായ സദ്വാർത്തയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന മംഗളവാർത്ത എന്ന സദ്വാർത്ത. എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും വലിയ സന്തോഷകരമായ വാർത്തയായി മാറുന്നത്? ലോകം മുഴുവൻ, വിശിഷ്യ ദൈവമക്കൾ ആകാംക്ഷയോടെ കാത്തിരുന്ന രക്ഷകൻ്റെ വരവ് ദൈവദൂതൻ നസ്രത്തിലെ ഒരു സാധു പെൺകുട്ടിയുടെ മുൻപിൽ വന്ന് അറിയിക്കുന്ന അനുഗ്രഹീതമായ സന്തോഷത്തിൻ്റെ വാർത്തയാണ് മംഗളവാർത്ത. ദൈവം മനുഷ്യനെ ഓർമ്മിച്ചിരിക്കുന്നുവെന്ന് മനുഷ്യൻ തിരിച്ചറിയുന്ന വാർത്തയാണ് മംഗളവാർത്ത. ദൈവം മനുഷ്യരോടൊപ്പം മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കാൻ തീരുമാനിച്ച വിവരം മനുഷ്യരെ അറിയിക്കുന്ന വാർത്തയാണ് മംഗളവാർത്ത. ദൈവഹിതത്തിന് മനുഷ്യർ മറിയത്തിലൂടെ പ്രത്യുത്തരിക്കുന്ന ദിവസം കൂടെയാണ് മംഗളവാർത്ത ദിനം. മനുഷ്യന് സ്വർഗത്തിൽ ഒരു അമ്മയെ ലഭിച്ച, ദൈവപുത്രന് ഭൂമിയിൽ ഒരു അമ്മയെ ലഭിച്ച ദിവസം കൂടെയാണ് മംഗളവാർത്ത ദിനം. പ്രിയമുള്ളവരെ, പറുദീസായിൽ ദൈവകൃപയുടെ പൂർണ്ണതയിൽ എല്ലാ ആനന്ദങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിച്ചിരുന്ന ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് പറുദീസ നഷ്ടമാക്കിയപ്പോൾ സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദനയുടെയും വഴികളിലേക്ക് അവർ വഴുതി വീണപ്പോൾ ദൈവം അവരെ ഉപേക്ഷിക്കാതെ ഒരു രക്ഷകനെ അവർക്കായി വാഗ്ദാനം ചെയ്യുകയാണ്. ഈ രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ലോകം മുഴുവൻ, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി രക്ഷകനായുള്ള കാത്തിരിപ്പ് തുടരുമ്പോൾ ഇതാ ഇസ്രായേൽ ജനത്തെ വിവിധങ്ങളായ അടിമത്തങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം ഓരോ കാലയളവിലും പ്രവാചകന്മാരെ അയക്കുന്നുണ്ട്. മോശയും അഹറോനും ജോഷുവയും സാംസണും സാമുവേലും സാവൂളും ദാവീദുമൊക്കെ ഇപ്രകാരം പല പ്രകാരത്തിൽ പല കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ അടിമത്തങ്ങളിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവരെല്ലാം യഥാർത്ഥ രക്ഷകർ ആയിരുന്നില്ല. എന്നുവെച്ചാൽ ദൈവം വാഗ്ദാനം ചെയ്ത ദൈവപുത്രൻ എന്ന രക്ഷകനായി ആയിരുന്നില്ല ഇവർ ആരും. നേരെ മറിച്ച് യഥാർത്ഥ രക്ഷകൻ്റെ പ്രതിരൂപങ്ങളായി ചരിത്രത്തിൽ ദൈവത്താൽ അയക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമായിരുന്നു. യഥാർത്ഥ രക്ഷകൻ അത് ദൈവപുത്രനായ ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ മുന്നോടികളായി പലരും കടന്നു വന്നിട്ടുണ്ട് എങ്കിലും യഥാർത്ഥ രക്ഷകൻ അത് സകല മാനവരെയും പാപത്തിൽ നിന്നും പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്നും രക്ഷിക്കുന്ന രക്ഷകനാണ്. അത് ക്രിസ്തുവാണ്, ദൈവപുത്രനായ ഈശോയാണ്. ആ രക്ഷകൻ ഭൂമിയിൽ അവതരിക്കാൻ പോകുന്ന വിവരം നസ്രത്തിലെ മറിയമെന്ന പെൺകുട്ടിയെ അറിയിക്കാൻ വേണ്ടി, അതിനായി ഈ ഭൂമിയിൽ ദൈവപുത്രന് ജന്മം കൊടുക്കാനുള്ള നിയോഗം മറിയത്തിനാണ് എന്ന വിവരം അറിയിക്കുവാനായി ദൈവത്താൽ ഗബ്രിയേൽ ദൈവദൂതൻ അയക്കപ്പെടുകയാണ്. ഈ വിവരണമാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. വചനഭാഗം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: 6-ാം മാസം
ഗബ്രിയേൽ ദൂതൻ ഗലീലിയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വചനഭാഗം ആരംഭിക്കുന്നത്. 6-ാം മാസം എന്ന വാക്കുകൊണ്ട്, പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പ്രിയമുള്ളവരെ, ഈശോയുടെ ജനനത്തിന് 6 മാസം മുൻപ് ഇതേ ദൈവദൂതൻ മറിയത്തിൻ്റെ മുൻപിൽ എന്ന പോലെ മറ്റൊരു വ്യക്തിയുടെ മുൻപിലേക്ക് അയക്കപ്പെടുന്നുണ്ട്. അത് സഖറിയ എന്ന പുരോഹിതൻ്റെ മുൻപിലേക്കാണ്. സഖറിയാക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവദൂതൻ ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വേണ്ടി കടന്നു വരാനിരിക്കുന്ന സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് ഉള്ള അറിയിപ്പ് കൊടുക്കുകയാണ്. സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ ദൈവദൂതൻ സഖറിയായെ അറിയിച്ചതിൻ്റെ 6-ാം മാസത്തിൽ, അഥവാ എലിസബത്ത് സ്നാപകനെ ഗർഭം ധരിച്ചതിൻ്റെ 6-ാം മാസത്തിൽ, ഇതാ അതേ ദൈവദൂതൻ മറിയത്തിൻ്റെ അരികിലേക്ക് അയക്കപ്പെടുകയാണ്. ഈ 2 സംഭവങ്ങളും തമ്മിൽ പൊരുത്തമുണ്ട് എന്ന്, അല്ലെങ്കിൽ ഒന്നിൻ്റെ തുടർച്ചയായി സംഭവിക്കുന്നതാണ് രണ്ടാമത്തേത് എന്ന സൂചനയാണ് സുവിശേഷകൻ 6-ാം മാസം എന്ന പദത്തിലൂടെ, വാക്കുകളിലൂടെ അർത്ഥമാക്കുന്നത്. സ്നാപകൻ്റെ ഈ ഭൂമിയിലെ ജനനം ദൈവത്തിൻ്റെ മുൻകൂട്ടിയുള്ള പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നും, സ്നാപകൻ്റെ ജനനം യഥാർത്ഥ രക്ഷകനായ ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വേണ്ടിയുള്ള ജനനമാണ് എന്നുമുള്ള യാഥാർത്ഥ്യത്തെയാണ് ഇവിടെ 6-ാം മാസം എന്ന പദങ്ങളിലൂടെ സുവിശേഷകൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത്. രണ്ടും തമ്മിലുള്ള പൊരുത്തമാണ്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള സാമ്യമാണ്, അത് തമ്മിലുള്ള അടുപ്പമാണ് ഇവിടെ ദൂതനിലൂടെ അറിയിക്കാനായി, അല്ലെങ്കിൽ ദൂതൻ്റെ വരവിനെ പരാമർശിച്ചുകൊണ്ട് ലൂക്കാ സുവിശേഷകൻ ഈ വചനഭാഗം എഴുതി വയ്ക്കുമ്പോൾ 6-ാം മാസം എന്ന വാക്കുകളിലൂടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഗബ്രിയേൽ ദൈവദൂതനാണ് 2 കാര്യങ്ങൾക്കും വേണ്ടി അയക്കപ്പെടുന്നത്. ഈ 2 വാർത്തകൾ അറിയിക്കാനും അയക്കപ്പെടുന്നത് ഗബ്രിയേൽ ദൈവദൂതനാണ്. അദ്ദേഹം മുഖ്യദൂതന്മാരിൽ ഒരാളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു വചനത്തിൻ്റെ വെളിച്ചത്തിൽ. ദൈവം ഗബ്രിയേൽ എന്ന മുഖ്യദൂതനെ സഖറിയായുടെയും മറിയത്തിൻ്റെയും അടുത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ തീർച്ചയായും ഈ വാർത്തകളുടെ പ്രാധാന്യം അതെത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഗബ്രിയേൽ എന്ന വാക്കിൻ്റെ, അല്ലെങ്കിൽ ആ പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ശക്തി എന്നാണ്. ദൈവത്തിൻ്റെ ശക്തി ഭൂമിയിൽ കരുണയിലൂടെ, സ്നേഹത്തിലൂടെ, അനുകമ്പയിലൂടെ പ്രകടമാകാനിരിക്കുന്നു യേശുവിൻ്റെ ജനനം വഴിയായെന്ന സത്യം ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൂതനിത ഗലീലിയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ മറിയം എന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് അയക്കപ്പെടുന്നു. ഗലീലിയിലെ നസ്രത്ത് പട്ടണം അതിനാൽ തന്നെ വളരെ പ്രാധാന്യം കുറഞ്ഞ ഒരു പട്ടണമാണ്. പഴയ നിയമത്തിൽ ഒരിടത്തും താൽമൂദുകളിലും പ്രത്യേകിച്ച് ഈ പട്ടണത്തെക്കുറിച്ച് ഒന്നും തന്നെ പരാമർശിക്കുന്നില്ല. എന്നു മാത്രമല്ല, പുതിയ നിയമത്തിൽ പോലും ഈ പട്ടണത്തെക്കുറിച്ച് പറയപ്പെടുന്ന വാക്കുകൾ പലതും അത്ര പ്രാധാന്യമർഹിക്കുന്ന വിധത്തിലല്ല. നസ്രത്തിൽ നിന്ന് നന്മ വല്ലതും ഉണ്ടാകുമോ എന്ന് നഥാനയേൽ ചോദിക്കുന്നത് നമുക്ക് കാണാം. അത് ആ കാലഘട്ടത്തിൽ യഹൂദരുടെ മനസ്സിൽ നസ്രത്തിനെ കുറിച്ചുള്ള ചിന്ത എപ്രകാരമായിരുന്നുവെന്ന് വ്യക്തമാക്കുക കൂടെ ചെയ്യുന്നുണ്ട് ഈ ഒരു വാക്യം. അതിനാൽ തന്നെ പ്രാധാന്യം കുറഞ്ഞ,
യഹൂദർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ജെറൂസലേം ദേവാലയത്തിൽ നിന്ന് ഒരുപാട് ദൂരെയായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് നസ്രത്ത്. നമ്മളിവിടെ മനസ്സിലാക്കുന്നതനുസരിച്ച് ജെറൂസലേമിൽ നിന്ന് വടക്കോട്ട് പോകുന്ന ആധുനിക രാജവീഥിയിൽ 88 മൈൽ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു അപ്രധാനമായ സ്ഥലമാണ് നസ്രത്ത്. ഈ വാക്കിൻ്റെ പേരിൻ്റെ അർത്ഥം കാവൽക്കാരൻ, സംരക്ഷകൻ എന്നൊക്കെയാണ്. നസ്രത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം കാവൽക്കാരൻ, സംരക്ഷകൻ എന്നൊക്കെയാണ്. നമുക്കറിയാം, ഈശോ പിന്നീട് വിളിക്കപ്പെടുന്നത് നസ്രായൻ എന്നാണ്. നസ്രായൻ എന്ന് വിളിക്കപ്പെടുന്ന ഈശോ ഈ പേരിൻ്റെ അർത്ഥം ജീവിതം കൊണ്ട് അന്വർത്ഥമാക്കുന്നു. കാവൽക്കാരനായി, സംരക്ഷകനായി ഈശോ മാറുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, പിശാചിൻ്റെ പിടിയിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന യഥാർത്ഥ കാവൽക്കാരൻ ഈശോ തന്നെയാണ്. അപ്പോൾ നസ്രായൻ എന്ന് ഈശോ വിളിക്കപ്പെടുന്നത് നസ്രത്ത് എന്ന വാക്കിൻ്റെ അർത്ഥമായ സംരക്ഷകൻ, കാവൽക്കാരൻ, ഈ വാക്കുകളുടെ അർത്ഥം ഈശോയുടെ ജീവിതത്തിൽ പൂർണ്ണമായും നിറവേറ്റപ്പെടുന്നതായി നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഇവിടെ വചനഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, മറിയം ജോസഫ് എന്ന വ്യക്തിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നവളാണ് എന്ന്. ജോസഫ് എന്ന വാക്കിന് ദൈവം തുണയാകട്ടെ എന്നാണ് അർത്ഥം. ദൈവം തുണയാകട്ടെ. പലപ്പോഴും മനുഷ്യരാൽ അവഗണിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ തുണ കൊണ്ടും സംരക്ഷണം കൊണ്ടും മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒത്തിരി അടയാളങ്ങളും തെളിവുകളും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ പറയുന്ന ഒരു ജോസഫ്, പൂർവ്വ ജോസഫ്, അദ്ദേഹം സ്വന്തം കുടുംബാംഗങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടവനായിരുന്നു, അവഗണിക്കപ്പെട്ടവനായിരുന്നു. സഹോദരങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട ഈ ജോസഫിന് ദൈവമായിരുന്നു തുണയായി ഉണ്ടായിരുന്നത്. ദൈവം തുണയായ, ദൈവം സംരക്ഷകനായ ജോസഫ് പിന്നീട് ഒരുപാട് ഉയരുകയും വളരുകയും ഈജിപ്തിൻ്റെ ഭരണാധികാരിയായ ഫറവോയുടെ തൊട്ട് താഴെ സ്ഥാനം വരെ എത്തിച്ചേരുകയും ചെയ്യുന്നത് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലെ ജോസഫ് ഇതാ ദൈവപൈതലിൻ്റെ അമ്മയായ മറിയത്തിനും ദൈവത്തിൻ്റെ തുണയും സംരക്ഷകനുമായി മാറുന്ന ചിത്രമാണ് തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ജോസഫുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് അയക്കപ്പെട്ടുവെന്ന വചനം യഹൂദരുടെ വിവാഹ രീതികൾ നമ്മൾ മനസ്സിലാക്കണം. അവരുടെ വിവാഹത്തിൻ്റെ രീതി അനുസരിച്ച് ഒന്നാമതായി 2 ചടങ്ങുകളാണ് അവർക്കുണ്ടായിരുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട 2 ചടങ്ങുകൾ. ഒന്നാമതായി വിവാഹ നിശ്ചയം അഥവാ അച്ചാര കല്യാണം. രണ്ടാമതായി ശരിക്കും വിവാഹം. ഈ വിവാഹ നിശ്ചയം യഥാർത്ഥത്തിൽ അവരുടെ നിയമമനുസരിച്ച് വിവാഹം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. കേവലം നിശ്ചയിച്ചുറപ്പിക്കൽ മാത്രമല്ല, വിവാഹത്തിൻ്റെ തന്നെ പ്രാധാന്യമുള്ള, നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ വിവാഹ നിശ്ചയം. നിയമത്തിൻ്റെ മുൻപിൽ ഇവർ ഭാര്യാഭർത്താക്കന്മാർ തന്നെയായിരിക്കും. പിന്നീട് ഇവളെ ഉപേക്ഷിക്കണമെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും, വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ, വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിയമമനുസരിച്ച് ഉപേക്ഷാപത്രം കൊടുക്കേണ്ടതുണ്ട്. വിവാഹ നിശ്ചയത്തിന് ശേഷം, വിവാഹത്തിന് മുൻപ് വരൻ മരിച്ചു പോവുകയാണെങ്കിൽ ഈ വധു വിധവ എന്ന നിലയിലാണ് കണക്കാക്കപ്പെടുക. വിധവയായിട്ടാണ് മനസ്സിലാക്കേണ്ടി വരിക. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ദാമ്പത്യ അവിശ്വസ്തതയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ നിയമത്തിൻ്റെ മുൻപിൽ ഹാജരാക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യും. കല്ലെറിഞ്ഞു കൊല്ലപ്പെടണമെന്നാണ് അത് നിയമാവർത്തന പുസ്തകം 22-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. മാത്രമല്ല, വിവാഹ നിശ്ചയം കഴിഞ്ഞ് 1 വർഷത്തേക്ക്
വധുവിൻ്റെ തന്നെ വീട്ടിൽ, വരൻ്റെ വീട്ടിൽ തന്നെ താമസിക്കും. വിവാഹ നിശ്ചയിക്കപ്പെടുന്ന പെൺകുട്ടി കന്യകയാണെങ്കിൽ 1 വർഷത്തേക്ക്, അതായത് അവൾ കന്യകയാണെങ്കിൽ 1 വർഷത്തേക്ക്, നേരെ മറിച്ച് ഒരു വിധവയുടെ വിവാഹ നിശ്ചയമാണ് എങ്കിൽ, പുനർവിവാഹമാണ് എങ്കിൽ 1 മാസത്തേക്ക് അങ്ങനെ സ്വന്തം ഭവനത്തിൽ തന്നെ വസിക്കും. വിധവയല്ല, കന്യകയായ ആദ്യ വിവാഹമാണെങ്കിൽ 1 വർഷത്തേക്കും, പുനർവിവാഹമാണെങ്കിൽ 1 മാസത്തേക്കും സ്വന്തം ഭവനത്തിൽ തന്നെ വസിക്കേണ്ടതുണ്ട്. ഈ ഒരു കാലയളവിലാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞ്, വിവാഹം കഴിഞ്ഞിട്ടില്ല, നിശ്ചയം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, മറിയത്തിൻ്റെ തന്നെ വീട്ടിലായിരിക്കുമ്പോൾ അവിടെയാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നതായി വചനത്തിൽ നമ്മൾ കാണുന്നത്, വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ അയക്കപ്പെട്ടു എന്നാണ് ഈ തിരുവചന ഭാഗത്ത് നമ്മൾ വായിക്കുന്ന ഒരു പദം. ദൈവദൂതൻ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന വ്യക്തിയല്ല, മനുഷ്യരുടെ ആഗ്രഹമനുസരിച്ച് കടന്നു വന്ന വ്യക്തിയല്ല, മറിച്ച് ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവത്താൽ ദൈവദൂതൻ അയക്കപ്പെട്ടു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകം തന്നെ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദൈവത്തിൻ്റെ തീരുമാനവും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുമാണ് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവളുടെ പേര് മറിയം എന്നായിരുന്നു. മറിയം എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രേഷ്ഠ, രാജ്ഞി, സുഗന്ധവാഹിനി, ഉന്നത പദവി വഹിക്കുന്നവൾ തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ, ഒത്തിരി അർത്ഥങ്ങൾ മറിയം എന്ന വാക്കിന് ഉണ്ട്. ഇത് യഹൂദരുടെ ഇടയിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ്, പേരാണ് മറിയം. മോശയുടെ സഹോദരിയുടെ പേരും ഇത് തന്നെയായിരുന്നുവെന്ന് വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്ന് പറയുന്നു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്ന് ഇപ്രകാരം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, സാധാരണഗതിയിൽ പരിശുദ്ധിയെ പ്രതിനിധീകരിക്കാൻ അല്ലെങ്കിൽ വിശുദ്ധിയെ പ്രതിനിധീകരിക്കാൻ വേർതിരിക്കപ്പെട്ട അവസ്ഥ, അകലെ നിൽക്കുന്ന അവസ്ഥ, ഇതൊക്കെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ, പഴയ നിയമ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ബൈബിളിൻ്റെ ഭാഷയിൽ വിശുദ്ധി എന്ന് പറയുമ്പോൾ മനുഷ്യരിൽ നിന്ന് ദൈവം ഒരുപാട് അകലെ നിൽക്കുന്ന അവസ്ഥ. എന്നാൽ ഇവിടെ ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞുവെന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൂതൻ മറിയത്തിൻ്റെ അടുത്തേക്ക് വന്നുവെങ്കിൽ മറിയത്തിൻ്റെ പരിശുദ്ധിയും മറിയത്തിൽ വിളങ്ങി നിന്നിരുന്ന വിശുദ്ധിയുടെ ആഴവുമൊക്കെ ഇത് വ്യക്തമായ വിധത്തിൽ നമുക്ക് സൂചനയായി നൽകുന്നുണ്ട്. വിശുദ്ധ യാക്കോബിൻ്റെ പ്രോട്ടോ എവാഞ്ചലിയം എന്ന അപ്പോക്രിഫൽ ഗ്രന്ഥമനുസരിച്ച് ദൈവദൂതൻ മറിയത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് മറിയം വെള്ളം കോരാൻ കിണറ്റുകരയിൽ നിൽക്കുന്ന സമയത്താണ്. അങ്ങനെയാണ് വിശുദ്ധ യാക്കോബിൻ്റെ പ്രോട്ടോ എവാഞ്ചലിയം എന്ന അപ്പോക്രിഫൽ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. മറിയത്തിൻ്റെ മുൻപിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് മംഗളവാർത്ത അറിയിക്കുന്ന രംഗങ്ങൾ പലപ്പോഴും ചിത്രങ്ങളിൽ അവതരിപ്പിക്കുന്നതനുസരിച്ച് വളരെ ഭവ്യതയോടെ, എളിമയോടെ മറിയത്തിൻ്റെ മുൻപിൽ കൈകൂപ്പി നിൽക്കുന്ന ദൂതനെയാണ് പല ചിത്രങ്ങളിൽ നമ്മൾ കാണുക. തീർച്ചയായും അതങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം തൻ്റെ രാജ്ഞി പദം അലങ്കരിക്കാനിരിക്കുന്ന, സാക്ഷാൽ ദൈവപുത്രൻ്റെ അമ്മയാകാനിരിക്കുന്ന, സർവലോകനാഥയായി അവരോധിക്കപ്പെടാനിരിക്കുന്ന മറിയത്തിന് മുൻപിൽ എളിമയോടും വിനയത്തോടും കൂടെ കൈകൂപ്പി നിന്നു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും അതിശോക്തിക്ക് വകയില്ല. ബഹുമാനപൂർവ്വം ഇതാ ദൈവദൂതൻ നിൽക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് ദൈവകൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സത്യത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരിടത്തും പ്രത്യേകമാം വിധത്തിലൊരു അഭിസംബോധന പേരിന് പകരം ദൈവദൂതൻ പറയുന്നതായി മറ്റൊരിടത്തും നമ്മൾ കാണുന്നില്ല. ദൈവദൂതൻ ഒരു വ്യക്തിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ആ വ്യക്തിയെ അഭിസംബോധന ചെയ്യുമ്പോൾ പേര് പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്യാറുള്ളത്. ഇതാണ് ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്ന
കാര്യം ദൈവദൂതൻ പേര് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നു. എന്നാൽ മറിയത്തിൻ്റെ കാര്യത്തിൽ ഒരു വിശേഷണം കൊടുത്തിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, ദൈവകൃപ നിറഞ്ഞവളെ, മറിയം കൃപ നിറഞ്ഞവളാണ്. ഇത് ദൈവദൂതൻ്റെ സാക്ഷ്യമാണ്. നമ്മളിലൊക്കെ കൃപയുണ്ട്, എന്നാൽ നമ്മളാരും കൃപ നിറഞ്ഞവർ അല്ല. മറിയം കൃപ നിറഞ്ഞവളാണ്. ആപാദചൂഡം കൃപയാണ് പരിശുദ്ധ കന്യകാമറിയമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറിയത്തിന് ദൈവം കൃപ നൽകുക മാത്രമല്ല, അത് മുൻകൂട്ടി നൽകുകയായിരുന്നു എന്ന് ബൈബിൾ പണ്ഡിതന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും പ്രബോധനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മറിയത്തിൻ്റെ അമലോത്ഭവത്തിലേക്കുള്ള സൂചന കൂടെയാണ് നൽകുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ തന്നെ മറിയത്തെ ഈ കാര്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ദൈവം അവളെ നേരത്തെ തന്നെ കൃപ കൊണ്ട് നിറച്ച് പരിപൂർണയാക്കുകയായിരുന്നുവെന്ന സൂചന സഭാപിതാക്കന്മാർ നൽകുന്നു. മറിയത്തെ സ്വസ്തി പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യുമ്പോൾ അത് കേവലം ഒരു സ്തുതിയുടെ വാക്ക് മാത്രമല്ല. ആ വാക്കിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കപ്പെടുക ആനന്ദിക്കുക, ആഹ്ലാദിക്കുക എന്നൊക്കെയാണ്. സാധാരണഗതിയിൽ യഹൂദര് ആശംസ പരസ്പരം നേരുക ശാലോം എന്ന വാക്ക് പറഞ്ഞിട്ടാണ്. സമാധാനം എന്നാണ് ഇതിൻ്റെ അർത്ഥം. നിന്നോടുകൂടെ, സമാധാനം നിന്നോടുകൂടെ. ഇവിടെ ഉപയോഗിക്കുന്നത് കൈറെ എന്ന വാക്കാണ്. അത് വിജാതീയർ ഉപയോഗിക്കുന്ന പദമാണ്. അതിൻ്റെ അർത്ഥം ആനന്ദിക്കുക, ആഹ്ലാദിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മറിയത്തെ ഈ ഒരു വാക്കുപയോഗിച്ച് ദൈവദൂതൻ അഭിസംബോധന ചെയ്യുന്നത്? വിജാതീയർക്ക് കൂടെ ആനന്ദിക്കാൻ, ആഹ്ലാദിക്കാനുള്ള രക്ഷയുടെ സദ്വാർത്തയാണ് ദൈവദൂതൻ അറിയിക്കുന്നത് എന്ന സൂചനയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പയുടെ വിശദീകരണം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവദൂതൻ മറിയത്തെ അറിയിച്ച മംഗളവാർത്ത അത് എനിക്കും നിനക്കും നമുക്കും ലോകത്തിനുമുള്ള മംഗളവാർത്തയാണ്. ഈ മംഗളവാർത്തയെ ഏറ്റവും ആനന്ദത്തോടെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം. ജീവിതത്തെ ആനന്ദമാക്കി നമുക്ക് മാറ്റാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.